ഹലോ, നമസ്കാരം. നമ്മൾ ഇന്ന് സ്മാർട്ട് പ്ലസ് ആപ്പിൽ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സാണ് പോകുന്നത്. ആദ്യമായിട്ട് എൻ്റെ പേര് ഷാനവാസ് എന്നാണ്. നിങ്ങൾക്ക് ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് ഞാനാണ് ചെയ്യുന്നത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്കറിയാം റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അല്ലെങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ 5 പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്ന 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വിപ്ലവത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ 4 പാർട്ടുകളായിട്ടാണ് ഈ ചാപ്റ്റർ നമ്മൾ സ്മാർട്ട് പ്ലസ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഭാഗമായ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം സോഷ്യൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു ചാപ്റ്ററുകളുള്ള ഒരു വിഷയമാണ് 10ാം ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ അമേരിക്കൻ റവല്യൂഷനിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ചരിത്രം എങ്ങനെയാണ് നമ്മൾ നോക്കിയതിനു ശേഷം അമേരിക്കയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അമേരിക്കയുടെ ചരിത്രത്തെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന സ്പാനിഷുകാരനായ ആള് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെടുകയും അങ്ങനെ അദ്ദേഹം കറങ്ങിത്തിരിഞ്ഞ് അമേരിക്കയിൽ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ച വ്യക്തിയായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് മാറുന്നു. അദ്ദേഹമാണ് അമേരിക്കയുടെ ചരിത്രം അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന നാടിനെ കുറിച്ച് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നു ഈ പറയുന്ന ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിൽ എത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ഗ്രാമവാസികളെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്ന ആദിമവാസികളായിട്ടുള്ള ഗോത്ര വിഭാഗക്കാരെ അവരുടെ സ്കിന്നിന്റെ കളർ കൊണ്ട് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നു. പിന്നീട് അമേരിക്കയുടെ ചരിത്രം തുടങ്ങുന്നത് 17ാം നൂറ്റാണ്ട് മുതലാണ്. 16ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയും 17ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടിയും ഒക്കെ ഒരുപാട് ഇംഗ്ലീഷുകാരെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനം അല്ലെങ്കിൽ റിലീജിയസ് പെർസിക്യൂഷൻ സഹിക്കാൻ വയ്യാണ്ട് ഈ പറയുന്ന പോലെ അമേരിക്കയിലേക്ക് ചേക്കേറുന്നു. അവര് മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിലാണ് അമേരിക്കയിലേക്ക് എത്തുന്നത്. അങ്ങനെ അമേരിക്കയിലെത്തുന്ന ഇവര് ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ആളുകളെ ഈ പറയുന്ന പോലെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അമേരിക്കയിൽ 13 കോളനികൾ സ്ഥാപിക്കുന്നു. അങ്ങനെയാണ് അമേരിക്കയും ഈ പറയുന്ന കോളനികൾക്കും തമ്മിലുള്ള ചരിത്രം ആരംഭിക്കുന്നത്. അങ്ങനെ അമേരിക്കയിലെത്തുന്ന ഇവര് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷുകാര് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നത് കൊള്ളയടിക്കുന്നു. അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വലിയ രീതിയിൽ കോളനിവൽക്കരണത്തിലൂടെ എന്ത് ചെയ്യുന്നു, അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് അവര് മെർക്കന്റിലിസം എന്ന പേരിൽ ഒരു നിയമം അമേരിക്കയിൽ കൊണ്ടുവരികയാണ്. ഈ മെർക്കന്റിലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ ബ്രിട്ടീഷ് കച്ചവടക്കാര് അമേരിക്കക്കാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളെയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കേണ്ടതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന ഏറ്റവും ആദ്യത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമേ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് മെർക്കന്റിലിസവും അതുമായി ബന്ധപ്പെട്ട പോളിസികളെ കുറിച്ചും. നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ പറയുന്ന പോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് അല്ലെങ്കിൽ ഈ മെർക്കന്റിലിസം എന്ന് പറയുന്ന നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 5എണ്ണമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ 5 നമുക്കറിയാം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ പോയിന്റുകളിലുള്ളതിൽ 4ൽ കൂടുതൽ പോയിന്റുകളുള്ളതിൽ 4 മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഈ 5 ഉണ്ടെങ്കിലും പ്രധാനമായിട്ട് 4 നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, അമേരിക്കയിൽ കോളനിയാക്കി മാറ്റിയ ബ്രിട്ടീഷുകാര് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് മെർക്കന്റിലിസം എന്ന പേരിൽ നിയമം കൊണ്ടുവരുന്നു. ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കക്കാരെ അവർ ചൂഷണം ചെയ്യുന്നു. 5 മെർക്കന്റിലിസം നിയമങ്ങളാണുള്ളത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് എത്ര പഠിക്കേണ്ടതുള്ളത്? 4 എണ്ണമാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇത്തരത്തില് ബ്രിട്ടീഷുകാര് മെർക്കന്റിലിസം പോലെയുള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്തപ്പോൾ പതുക്കെ ആളുകള് ഇവർ ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ ഞങ്ങളെ കൊള്ളയടിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇതിന്റെ ഭാഗമായിട്ട് ചില എഴുത്തുകാരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ നമ്മൾ ചൂഷണം ചെയ്യുകയാണ് അമേരിക്കക്കാരെന്ന കാര്യം അവരുടെ കൃതികളിലൂടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അമേരിക്കക്കാരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും 2 എഴുത്തുകാരാണ് ഈ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തെ കുറിച്ച് അമേരിക്കക്കാരോട് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ആളുടെ പേര് ജോൺ ലോക്ക് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് തോമസ് പെയിൻ എന്നാണ്. ഈ 2 ആളുകളുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, അമേരിക്കയിൽ നടത്തിയ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ക്രൂരതകളെ കുറിച്ച് അല്ലെങ്കിൽ ചൂഷണങ്ങളെ കുറിച്ച് ജനങ്ങളോട് പറയുന്നത്. പതുക്കെ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുന്നു അറിയാവോ, ഇവർക്കെതിരെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അവരുടെ ചൂഷണങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1774 ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1774 എന്ന് പറയുന്നത്. 1774 13 കോളനികളിൽ ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെയുള്ള 12 കോളനികൾ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സമ്മേളനം നടത്തുന്നു. ബ്രിട്ടീഷുകാർ നടത്തുന്ന ചൂഷണങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ചർച്ച നടത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, അവരിങ്ങനെ എന്ത് ചെയ്യുന്നത്, ഒരു സമ്മേളനം നടത്തുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരൊരു തീരുമാനമെടുക്കുന്നു.
ഇത്രയും നാൾ നമ്മൾ ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ ചൂഷണമൊക്കെ അനുഭവിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അവർക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഈ എഴുത്തുകാരുടെ സ്വാധീനം കൊണ്ടും അവരുടെ തിരിച്ചറിവ് കൊണ്ടും അവരെന്ത് ചെയ്യുന്നു, ഒരു തീരുമാനമെടുക്കുന്നു. ഇംഗ്ലണ്ടിലെ രാജാവിന്, അല്ലെങ്കിൽ ഞങ്ങൾ നിയന്ത്രിക്കുന്ന നമ്മളെ കോളനിയാക്കി വെച്ചിട്ടുള്ള ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ആ കത്തിലൂടെ അവർ 2 കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെയാണ്: ബ്രിട്ടീഷുകാർ ഈ അമേരിക്കയിൽ ഏർപ്പെടുത്തിയുള്ള മെർക്കന്റിലിസം പോലുള്ള വാണിജ്യ നയങ്ങൾ എന്ത് ചെയ്യണം, എടുത്തു കളയണം. മാത്രമല്ല, രണ്ടാമത് അവർ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ടാക്സുകൾ ഉണ്ടാകാൻ പാടില്ല. ഇനി എങ്ങാനും ഒരു ടാക്സ് കൊണ്ടുവരണമെന്ന് ഗവൺമെന്റ് വിചാരിച്ചാൽ, അല്ലെങ്കിൽ രാജാവായ താങ്കൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ പറയുന്ന ആളുകൾ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ രാജാവ് ഇത് അംഗീകരിക്കുന്നില്ല. അതിന് പകരമായി രാജാവ് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആളുകളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പെറ്റീഷൻ ചെയ്ത് അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി മാത്രമേ നികുതി കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ആജ്ഞാപിക്കുന്ന ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി വലിയൊരു സൈന്യത്തെ അദ്ദേഹം അമേരിക്കയിലേക്ക് അയക്കുന്നു. ഇത് അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാണ്. തൊട്ടടുത്ത വർഷം 1775 ഇതേ വർഷം അവരെന്ത് ചെയ്യുന്നു, ഈ അമേരിക്കക്കാരൻ തീരുമാനിക്കുന്നു, ഞങ്ങൾ ഇനിയും താഴ്ന്നു കൊടുക്കുന്നില്ല, ഞങ്ങൾ ഇനിയും ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ എന്ത് ചെയ്യുന്നില്ല, അടിമത്തത്തിൽ അല്ലെങ്കിൽ കോളനിവൽക്കരണം ജീവിക്കുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യാണ്, സ്വതന്ത്രരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് രാജാവ് അയച്ച ഈ സൈന്യത്തെ ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഈ പറയുന്ന പോലെ ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 1775 ഇതേ ഫിലാഡൽഫിയ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് നടന്ന അതേ ഫിലാഡൽഫിയയിൽ അവർ വീണ്ടും ഒരു സമ്മേളനം നടക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിനെ രണ്ടാം കോണ്ടിനൽ സമ്മേളനം എന്നാണ് വിളിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് അവർ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം എങ്ങനെയാണ്, എന്ത് ചെയ്യാണ്, നമ്മൾ പറയുന്ന പോലെ ഞങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്കൻ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിലേക്ക് അവരുടെ സർവ്വസൈന്യാധിപനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നു. അവരും യുദ്ധത്തിൽ തയ്യാറാകുന്നു. തൊട്ടടുത്ത വർഷം 1776 വളരെ പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. 1776 അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്ന പ്രഖ്യാപനം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1776 ജൂലൈ 4 നടക്കുന്നു. ഈ പറയുന്ന പോലെ 2 ആളുകൾ, തോമസ് ജെഫേഴ്സൺ എന്ന് പറയുന്ന ആളും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന 2 ആളുകൾ തയ്യാറാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എന്ത് ചെയ്യുന്നത്, ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇതിനകത്തൂടെ അമേരിക്കയിലെ ആളുകൾ പറയുന്നത് എങ്ങനെയാണ്, എല്ലാ മനുഷ്യർക്കും ചില അവകാശങ്ങളുണ്ട്, ഈ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ വേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഗവൺമെന്റ് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ജനങ്ങളുടെ അവകാശത്തെ എങ്ങാനും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവരെന്ത് ചെയ്യും, ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജനങ്ങൾക്ക് തന്നെയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് മാത്രമല്ല, അതോടുകൂടി ഈ പ്രഖ്യാപനത്തോടുകൂടി ഞങ്ങൾ ഇംഗ്ലണ്ടിൽ സ്വതന്ത്രരാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി 1776 ജൂലൈ 4 ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നതോടുകൂടി അമേരിക്കയും കോളനികളും തമ്മിലുള്ള അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നു. യുദ്ധം 1781 വരെ നീണ്ടു നിൽക്കുന്നു. ഏകദേശം 5 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ വീണ്ടും 2 വർഷങ്ങൾക്ക് ശേഷം 1783 ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയും അതുപോലെ തന്നെ ഇംഗ്ലണ്ടും പാരീസ് എന്ന് പറയുന്ന ഫ്രാൻസിലെ സ്ഥലത്ത് ഒത്തുചേരുകയും അവിടെ വെച്ച് ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. ഇതിനെ പാരീസ് ഉടമ്പടി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് പാരീസ് എന്ന് പറയുന്നത്. ഈ 1783 ഒപ്പുവെച്ച ഈ ട്രീറ്റി ഓഫ് പാരീസ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി പ്രകാരം അമേരിക്കയിലെ 13 കോളനികൾക്കും ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അതിനുശേഷം തൊട്ടടുത്ത അതേ ഈ അമേരിക്കയിലെ കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അതേ സമയത്ത് തന്നെ അവർ വീണ്ടും ഫിലാഡൽഫിയയിൽ ഒരു സമ്മേളനം നടത്തുകയും അവിടെ വെച്ച് ഒരു ഭരണഘടന ഈ സമ്മേളനം നടത്തുകയും അതിനകത്ത് വെച്ചുകൊണ്ട് ജെയിംസ് മാഡിസൺ എന്ന് പറയുന്ന ആള് അമേരിക്കയ്ക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കുകയും ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഈ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അമേരിക്കൻ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കുന്നു. അദ്ദേഹം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുന്നു. അങ്ങനെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുത്തതോടുകൂടി, ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ തെരഞ്ഞെടുത്തതോടുകൂടി അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു റിപ്പബ്ലിക് രാജ്യമായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരു റിപ്പബ്ലിക് നാഷനായി മാറുന്നു. പിന്നീട് ഇങ്ങനെയാണ് അമേരിക്കയുടെ ഈ പറയുന്ന വിപ്ലവം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ അമേരിക്കയെ കോളനിയാക്കുന്നു. ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിൽ അമേരിക്കക്കാരെ ഇതിനെതിരെ ഒരു കലാപം നടത്തുന്നു. ആ കലാപത്തിലൂടെ ഈ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെ അവർ അട്ടിമറിക്കുന്നു. 1783 പാരീസ് ട്രീറ്റി പ്രകാരം എന്ത് ചെയ്യുന്നു, അവര് സ്വാതന്ത്ര്യം മേടിച്ചെടുക്കുന്നു. ഇതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്.
തൊട്ടടുത്ത് ശ്രദ്ധിക്കണം. ഈ ഭാഗത്ത് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കണ്ട പോലെ ലോകത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് നടന്ന ഈ കലാപം അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന പല വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പല ചരിത്ര സംഭവങ്ങൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്. ഇതാണ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരുപാട് വർഷങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവം പിൽക്കാല വിപ്ലവം പ്രചോദനമായത് എന്നതിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ അമേരിക്കൻ റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ദ ലേറ്റർ വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ടേമുകളിലും തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. 4 രീതിയിലാണ് ഈ പറഞ്ഞ പോലെ അമേരിക്കൻ വിപ്ലവം പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നത്, ചരിത്രത്തിന് സ്വാധീനം ചെലുത്തിയത്. ഒന്നാമത് നമ്മൾ കാണുന്ന പോലെ ഇറ്റ് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് പിന്നീട് നടന്ന എല്ലാ ചരിത്ര സംഭവങ്ങൾക്കും എന്ത് ചെയ്യുന്നു, ഇത് പ്രചോദനമായിട്ടുണ്ട്, ലക്ഷ്യബോധമായിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഈ റിപ്പബ്ലിക്കൻ ഭരണരീതി, അതായത് ഭരണഘടന ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടാവുകയും എന്ന് പറയുന്ന രീതി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു രാജ്യവും അമേരിക്കയാണ്. മൂന്നാമത്തെ സ്വാധീനം എന്ന് പറയുന്നത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയതും അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. നാലാമത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അമേരിക്കൻ വിപ്ലവത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നതിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരു ആശയം ഈ അമേരിക്കയാണ് ആദ്യമായിട്ട് ലോകത്ത് നൽകിയത്. ഇനി എന്താ ഫെഡറൽ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഒരു രാഷ്ട്രവും സ്വതന്ത്രമായിട്ട് നിയമങ്ങളും അതുപോലെ തന്നെ അധികാരവുമുള്ള സംസ്ഥാനങ്ങളും ഉണ്ടാകുന്ന ഒരു രീതി, അല്ലെങ്കിൽ രാജ്യത്തിന് 2 ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും ഉണ്ടാകുന്ന ഒരു രീതി, അതിനെയാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. ഈ ഒരു ഫെഡറൽ സംവിധാനവും ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അതായത് 50 സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയുമാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും മനസ്സിലാകാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് വായിക്കുക. ഓക്കെ, സോ താങ്ക് യു.